ഹലോ എവറി വൺ. നമ്മുടെ ഡീപ്പ് ലേണിംഗ് സീരീസിലെ മോഡ്യൂൾ 2-ലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ന്യൂറൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ലോസ് ഫങ്ഷൻസ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ലാസ്റ്റ് ട്യൂട്ടോറിയൽ എക്സാമ്പിളിൽ നമ്മൾ കണ്ടിരുന്നു നമ്മൾ ലോസ് ഫങ്ഷൻ സെറ്റ് ചെയ്യുന്നതും ന്യൂറൽ നെറ്റ്വർക്ക് ബേസിക്കലി എങ്ങനെ ട്രെയിൻ ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഇൻഡ്യൂഷൻ, അതായത് പോപ്പുലർ ആയിട്ടുള്ള ലോസ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ഇൻഡ്യൂഷൻ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് ന്യൂറൽ നെറ്റ്വർക്കിൽ പല ടൈപ്പിലുള്ള ലോസ് ഫങ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ മീൻ സ്ക്വയർ എറർ ഒരു ടൈപ്പ് ഓഫ് ലോസ് ഫങ്ഷനാണ്. ബൈനറി ക്രോസ് എൻട്രോപ്പി ഒരു ടൈപ്പാണ്. കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി വേറൊരു ടൈപ്പാണ്. ഇങ്ങനെ പല ടൈപ്പുകളുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിഫറെൻറ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് ഏത് ലോസ് ഫങ്ഷൻ ഏത് സിനാരിയോയിൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നു എന്നുള്ളത്. അപ്പം ബേസിക്കലി ലോസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ ഒരു പ്രഡിക്ഷൻ തരുന്നുണ്ട്. നമുക്ക് ആക്ച്വലി കിട്ടേണ്ട കുറച്ച് ടാർഗറ്റ് വാല്യൂസുമുണ്ട്, ഒരു ലെവലുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് വരുന്നതാണ് ഏറ്റവും ഐഡിയൽ കേസ് എന്ന് പറയുന്നത്. അപ്പം ലോസ് ഫംഗ്ഷൻസിന് പൊതുവേ അതിൻ്റെ ഏറ്റവും ഐഡിയൽ വാല്യൂ അല്ലെങ്കിൽ ബെസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതൊരു ഐഡിയൽ വാല്യൂ ആണ്. അപ്പോൾ അത് പലപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏറ്റവും സീറോയോട് അടുത്ത് വരുന്ന വാല്യൂസ് ആയിരിക്കും പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് പലപ്പോഴും ഒരു മോഡൽ ട്രെയിനിങ് വെല്ലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ ആ ഒരു വാല്യൂയിൽ എത്തുമ്പോഴായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോസ് ഫങ്ഷൻ ഇൻ ഡീപ്പ് ലേണിംഗ് എന്താണെന്നുള്ളത്. സോ ബേസിക്കലി ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ചെയ്തിരുന്നു ഒരു ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ മോഡലാണ് ചെയ്തത്. നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു പുതിയ ഇൻപുട്ട് ഫീച്ചേഴ്സ് കൊടുക്കുകയാണ്. അതായത് ഒരു ഹൗസിൻ്റെ സൈസ്, നമ്പർ ഓഫ് സ്ക്വയർ ഫീറ്റ്, അതായത് നമ്പർ ഓഫ് ബെഡ്റൂംസ്, ലൊക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് ആയിരിക്കും. നമുക്കറിയാം റിയൽ ആയിട്ട് ആ ഒരു ഡേറ്റയിൽ എന്തായിരുന്നു അതേപോലത്തെ ഒരു ഇൻപുട്ട് വന്നു കഴിയുമ്പോൾ ആ ഹൗസിൻ്റെ പ്രൈസ് എത്രയായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഒരു ചെറിയ ഒരു എറർ, ഒരു ഡിഫറൻസ് ഇത് തമ്മിലുണ്ടാവും. അപ്പോൾ ഈ എററാണ് നമ്മുടെ മോഡൽ എത്രത്തോളം കറക്റ്റാണ് അല്ലെങ്കിൽ എത്രത്തോളം റോങ് ആണ് ഈ ഒരു പ്രഡിക്ഷൻ ടാസ്കിന് എന്ന് നമുക്ക് സൂചിപ്പിക്കുന്ന ഘടകം അല്ലെങ്കിൽ ഒരു മെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എറർ ഒരുപാട് വലുതായാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മോഡലിൻ്റെ പ്രഡിക്ഷൻസ് റോങ് ആണെന്നുള്ളതാണ്. എന്നാൽ എറർ വളരെ കുറവാണ്, മാർജിനലായിട്ടുള്ള എററുകളൊന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡലിൻ്റെ പ്രഡിക്ഷൻ വളരെ അടുത്ത് വരുന്നു. നമുക്കത് ആ മോഡൽ യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഫോർകാസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ നമ്പറാണ് എത്രത്തോളം കറക്റ്റ് ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു സേയിങ് ഉണ്ട്, യു കാൺ ഫിക്സ് വാട്ട് യു കാൺ മെഷർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കാര്യം നമ്മുടെ മോഡൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഫേസിൽ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ്, അതായത് ഈ ഒരു ലോസ് എങ്ങനെ വരുന്നു, ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെ വരുന്നു എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന വെയിറ്റ് അപ്ഡേഷൻ എന്ന് പറയുന്ന കാര്യം ഇൻറ്റേർണലി അതിൻ്റെ അത് ട്രെയിനിങ് ഫേസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമുക്കറിയാം ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ വെയിറ്റ്സ് എല്ലാം റാൻഡം ആയിട്ട് അസൈൻ ചെയ്യുന്നതാണ്. അത് വെച്ച് ചെയ്യുന്ന ഫസ്റ്റ് പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായിരിക്കും, ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും ആക്ച്വൽ വാല്യൂസും ഒക്കെ ആയിട്ട്. അതിനുശേഷം നമ്മൾ ഈ ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ഏത് രീതിയിൽ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, വെയിറ്റ്സുകൾ കൂട്ടണോ കുറയ്ക്കണോ ഓരോ വെയിറ്റിനും നമുക്കത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കുറച്ച് മീൻസ് അത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ ലോസ് കുറച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോസ് എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ന്യൂറൽ നെറ്റ്വർക്കിൽ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു റിഗ്രഷൻ പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അത് റിയലിസ്റ്റിക്കലി കിട്ടേണ്ട ഒരു വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ വെറുതെ ഡിഫറൻസ് എടുത്താൽ മതി. പക്ഷേ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്ന ഒരു ലോസ് ഫംഗ്ഷനാണ്. ഇപ്പം റിഗ്രഷൻ പ്രോബ്ലം ആണെങ്കിൽ പോലും നമ്മൾ വെറുതെ ഡിഫറൻസ് അല്ല എടുക്കുന്നത്, മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്ന മെട്രിക്കാണ് എടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 10 പ്രഡിക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആ 10 പ്രഡിക്ഷൻസും അതിന് കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ 10 വാല്യൂസും ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഡിഫറൻസിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആവറേജിനെയാണ് നമ്മൾ മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് മീൻ സ്ക്വയർ എറർ, സ്ക്വയർഡ് എററിൻ്റെ മീൻ എന്നുള്ള പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് വെറുതെ ഡിഫറൻസ് എടുത്താൽ പോരെ എന്നൊരു ചോദ്യം നമുക്ക് വരാം. അപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അതായത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊരു പ്രഡിക്ഷനാണ്, പെർഫെക്റ്റ് ഷോട്ട് ആണെങ്കിൽ നമ്മുടെ ആക്ച്വൽ വാല്യൂവും നമ്മുടെ ടാർഗറ്റും നമ്മുടെ പ്രഡിക്റ്റഡ് ഇത് ഹിറ്റ് ചെയ്യുന്ന പൊസിഷനും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ലോസ് 0 എന്ന രീതിയിൽ പറയാം. ചെറിയൊരു മിസ്സിങ്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരു
ക്ലോസ് മീൻസ് ലോസ് വളരെ സ്മോളാണ്, ബട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ പറയാം. വലിയ ഡിഫറൻസ് ആണെങ്കിൽ ബിഗ് എറർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നമുക്കൊരു റിയൽ ലൈഫ് അനലോജി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിഡിക്ഷൻ ആൻഡ് ട്രൂത്ത് ആണ്. ക്ലോസർ ടു സീറോ വരുന്നതാണ് ഏറ്റവും നല്ലത്. ദ ബെറ്റർ ദ നെറ്റ്വർക്ക് ഈസ് പെർഫോമിങ്. മോഡലിന് വീണ്ടും നമ്മൾക്ക് വെയ്റ്റ്സ് അപ്ഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ്ങിന് അധികം സമയം വേണ്ടി വരില്ല, എറർ കുറഞ്ഞ് നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്കത് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു പല രീതിയിൽ ചെയ്യാം, പ്രെഡിക്റ്റഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂ. അപ്പോൾ അവിടെ ഒരു ടെർമിനോളജി വരുന്നത് നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂവിനെ എപ്പോഴും വൈ ഹാറ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് വൈ എന്ന് പറയുന്ന ടാർഗറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ടാർഗറ്റ് കോളത്തിന്. പ്രെഡിക്റ്റഡ് ആയിട്ട് വരുന്ന വൈക്ക് നമ്മൾ വൈ ഹാറ്റ് എന്ന് പറയും. അതായത് വൈ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഹാറ്റ് സിമ്പിൾ ഇടും. അതാണ് ഒരു എസ്റ്റിമേറ്റ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നതാണ്. ട്രൂ വാല്യൂവിന് നമ്മൾ സിമ്പിൾ വൈ എന്ന് പറയുന്ന വേരിയബിൾ വെച്ചും റിപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് ഈ ഡിഫറൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ലോസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത വെച്ചാൽ സിംഗിൾ നമ്പർ ആയിരിക്കും, സിംഗിൾ സ്കോർ ആയിരിക്കും അത് കിട്ടുന്നത്. ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം, അല്ലേ? അതായത് ഐഡിയൽ പ്രഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലോസ് സീറോ ആണ്. ഓഫ് മാർജിൻ വ്യത്യാസം വരുമ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ വന്നുകൊണ്ടിരിക്കും. വലിയ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വലിയ വലിയ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയ നമ്പറിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലോസ്. ഓക്കെ, അപ്പോൾ മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, വെറുതെ ഡിഫറൻസ് എടുക്കുന്നതിനേക്കാൾ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ട്യൂട്ടോറിയൽ എക്സാമ്പിൾ നമ്മൾ ഇൻപുട്ടായിട്ട് ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, മീഡിയൻ ഹൗസ് ഏജ്, ടോട്ടൽ റൂംസ്, സോ ആൻഡ് സോഫർ ഒരു 12ഓളം ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോഡൽ ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യും. അതൊരു കണ്ടിന്യൂസ് നമ്പറാണ്, അതായത് ഒരു റേഞ്ചിൽ എവിടെ വേണമെങ്കിലും വരാവുന്ന ഒരു നമ്പറാണ്. അപ്പോൾ അതൊരു റിഗ്രഷൻ പ്രോബ്ലമാണ്. റിഗ്രഷൻ പ്രോബ്ലത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ മീൻ സ്ക്വയർ എറർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു 5 ഹൗസിന് പ്രെഡിക്റ്റ് ചെയ്തു. 5 ഹൗസിന് ഹൗസ് 1, ഹൗസ് 2 അങ്ങനെ അപ് ടു ഹൗസ് 5 വരെയുണ്ട്. ട്രൂ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അതായത് വൈ എന്ന് പറഞ്ഞ് ഇവിടെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ട്രൂ വാല്യൂ ഇതാണ് ആക്ച്വലി കിട്ടേണ്ട വാല്യൂസ്. നമ്മൾ ട്രെയിനിങ് ഡേറ്റയിലാണ് നമ്മൾ പറയുന്നത്, കാരണം ട്രെയിനിങ് ഡേറ്റയിൽ നമുക്ക് ട്രൂ വാല്യൂവും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ സോ ആൻഡ് സോ ഫീച്ചേഴ്സിന് ഓരോ ഹൗസിനും കിട്ടേണ്ട പ്രൈസ് ഇതാണ്, അല്ലെങ്കിൽ അതിൽ ഡേറ്റയിൽ ആസ് പെർ ദ ഡേറ്റ വാല്യൂസ് ഇതൊക്കെയാണ്. നെറ്റ്വർക്ക് പറയുന്ന വാല്യൂസ് ഈ ഒരു രീതിയിലാണ്. ഇവർ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന വൈ ഹാറ്റ് എന്ന് പറയുന്ന കോളം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈ ഹാറ്റ് മൈനസ് വൈ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ കിട്ടും, ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. കാരണം 192 എന്ന് പറയുന്നത് 185 ഫലം $77K കൂടുതലാണ്. അപ്പോൾ ചിലത് പോസിറ്റീവ് നമ്പേഴ്സും ആ ഡിഫറൻസ് എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു എന്നുള്ളതാണ് വൈ മൈനസ് വൈ ഹാറ്റിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഇതിനെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് 5 പ്രഡിക്ഷൻസ് എടുത്തു, 5 പ്രഡിക്ഷൻസിനും നമുക്ക് കുറച്ച് എറർ വാല്യൂസ് കിട്ടി. ഈ എററിനെ എല്ലാം വെറുതെ കൂട്ടിയാൽ പോരെ എന്നൊരു ചോദ്യം നമുക്ക് വരാം. ഇപ്പോൾ വെറുതെ കൂട്ടിയാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാല്യൂസ് പോസിറ്റീവും കുറച്ച് വാല്യൂസ് നെഗറ്റീവുമാണ്. അതായത് നമ്മൾ 5 പ്രഡിക്ഷൻസിലും പ്രഡിക്ഷൻ ഡിഫറൻസ് ദർ ഈസ് എ ഡിഫറൻസ്. പക്ഷേ ഇതിനെ തമ്മിൽ വെറുതെ സം ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടെ പരസ്പരം ക്യാൻസൽ ആയിട്ട് ഒരു ചെറിയ നമ്പർ ആയിരിക്കും ടോട്ടൽ സം എന്ന് പറഞ്ഞ് കിട്ടുന്നത്. പക്ഷേ എന്നാൽ ആക്ച്വലി അത് നമ്മുടെ റിയൽ ആ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ അല്ലാതെ വരും. അപ്പോൾ അത് വളരെ ചെറിയ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നമ്മളിത് വെറുതെ സം ചെയ്ത് കഴിഞ്ഞാൽ -61,000 അറൗണ്ട് ആ ഒരു വാല്യൂ ആണ് വരുന്നത്. പക്ഷേ അതൊരു ചെറിയ നമ്പറായിട്ട് തോന്നാം, പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ വെറുതെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവും ക്യാൻസലായി പോകുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ വെറുതെ ആഡിങ് പറ്റത്തില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? അതായത് നെക്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവും പോസിറ്റീവും ക്യാൻസൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ സ്ക്വയർ എടുക്കുക. അതായത് ആ ഡിഫറൻസുകളുടെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താ പറ്റുക? നെഗറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് നമ്പറായിട്ട് മാറും, പോസിറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പറായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ആ ഒരു ക്യാൻസലേഷൻ എഫക്റ്റ് അവിടെ ഇല്ലാതാകും. രണ്ടാമത് ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. നെഗറ്റീവ് അതായത് ഇപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ചെറിയ നമ്പറുകൾക്ക് ചെറിയ സ്ക്വയർഡ് വാല്യൂ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ 1ൻ്റെ സ്ക്വയർ എടുത്താൽ 1 തന്നെ, 2ൻ്റെ സ്ക്വയർ എടുത്താൽ 4, പക്ഷേ 10ൻ്റെ സ്ക്വയർ എടുത്താൽ 100. അപ്പം ആ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് സ്ക്വയർ എടുക്കുമ്പോൾ ആ പെനാൽറ്റി എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരും. ആ ഒരു ഫീച്ചറും കൂടെ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറും കൂടെ ഈ ഒരു സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് വാല്യൂസ്, അതായത് 4000, 7000 ഒക്കെ എറർ വരുമ്പോൾ റോ എററും സ്ക്വയർഡ് എററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരു ഗ്രാഫിക്കലി കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ സ്ക്വയർ എടുക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് തിങ്
നോൺ നെഗറ്റീവ് നെഗറ്റീവ് വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ സം എടുക്കാനും അല്ലെങ്കിൽ ആവറേജ് എടുക്കാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ക്യാൻസലേഷൻ എഫക്റ്റ് അവിടെ പോകും. ചെറിയ എറേഴ്സിന് ചെറിയ പെനാൽറ്റി ആയിരിക്കും, വലിയ എറേഴ്സിന് ഹ്യൂജ് പെനാൽറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയും കൂടെ വൺ സ്റ്റെപ്പ്, അപ്പോൾ വെറുതെ സം ചെയ്യുന്നതിന് പകരം ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സ്ക്വയർഡ് എറേഴ്സിൻ്റെ ആവറേജ് എടുക്കുകയാണ് മീൻ സ്ക്വയർ എറർ. ഇത് മീൻ സ്ക്വയർ എറർ പേരിൽ തന്നെ സ്ക്വയർഡ് എറർ മീൻ അല്ലെങ്കിൽ സ്ക്വയർഡ് എറേഴ്സിൻ്റെ മീൻ എന്നാണ് മീൻ സ്ക്വയർ എറർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ y മൈനസ് y ഹാറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഓരോന്നിൻ്റെയും സ്ക്വയർ ചെയ്യുന്നു, ദെൻ അതിൻ്റെ ആവറേജ് ചെയ്യുന്നു. അതാണ് ഇവിടെ സമ്മേഷനും 1/n. n സാമ്പിൾസ് അല്ലെങ്കിൽ n ഡേറ്റ, n നമ്പർ ഓഫ് ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 10 പോയിൻറ്റ്സിനാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ n എന്ന് പറയുന്നത് 10 ഇവിടെ വരും. ഇതിലിപ്പോൾ നൊട്ടേഷൻ വൈസ് പറയുവാണെങ്കിൽ y എന്ന് പറയുന്നത് റിയൽ പ്രൈസ്, നമ്മുടെ ഇടയിൽ നിന്ന് റിയൽ പ്രൈസ്, y ഹാറ്റ് എന്ന് പറയുന്നത് പ്രഡിക്റ്റഡ് പ്രൈസ്, y മൈനസ് y ഹാറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഓഫാണ് ആ എറർ, ഡിഫറൻസ് എത്രയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ദെൻ അതിൻ്റെ സ്ക്വയർഡ് എറർ, അതിനുശേഷം അതിനെ ആവറേജ് ചെയ്യുന്നതാണ് ഈ പറയുന്ന 1/n ഇൻറ്റു സിഗ്മ എന്ന് പറയുന്ന നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് കേരാസിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നമ്മൾ ലാസ്റ്റ് എക്സാമ്പിളിൽ കണ്ടതാണ്. നമ്മൾ മോഡൽ ഡോട്ട് കമ്പൈൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോഴാണ് നമ്മൾ ഒപ്റ്റിമൈസറും ലോസും മെട്രിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ സ്പെസിഫിക്കലി ലോസ് നമ്മൾ ഒരു റിഗ്രഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ മീൻ സ്ക്വയർ എറർ ആയിരിക്കും ജനറലി പറഞ്ഞു കൊടുക്കുക. സ്പെഷ്യൽ കേസസ് ഉണ്ട് ഇതല്ലാതെ മാറ്റി കൊടുക്കുന്ന, പക്ഷേ അത് നമുക്ക് മറ്റ് എക്സാമ്പിളിൽ കാണിക്കാം. ആസ് ഓഫ് നോ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് റിഗ്രഷൻ പ്രോബ്ലത്തിന് മീൻ സ്ക്വയർ എറർ നമ്മൾ കേരാസ് ലൈബ്രറിയിൽ പറഞ്ഞു കൊടുക്കുന്നത് ഈ മോഡൽ ഡോട്ട് കമ്പൈൽ ഫംഗ്ഷൻ്റെ അകത്തായിരിക്കും. അപ്പം MSE യൂസ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് നമ്പർ, അതായത് ഒരു ഹൗസിൻ്റെ പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുക, ടെമ്പറേച്ചർ പ്രിഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളുടെ ഏജ് പ്രിഡിക്റ്റ് ചെയ്യുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വാല്യൂ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ പെട്രോളിൻ്റെ പ്രൈസ്, അങ്ങനെ ഗോൾഡിൻ്റെ പ്രൈസ്, ഇതൊക്കെയാണ് അങ്ങനത്തെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് നമ്മൾ മെയിൻ സ്ക്വയർ എറർ യൂസ് ചെയ്യുന്നത്. ലോസ് MSE എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ലെയർ എപ്പോഴും 1 യൂണിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, കാരണം ഒരു സിംഗിൾ ന്യൂറോണിൽ നിന്നായിരിക്കും ആ സിംഗിൾ നമ്പർ ഔട്ട്പുട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ടാസ്കുകൾക്ക് യൂസ് ചെയ്യുന്നതാണ്, സ്പെസിഫിക്കലി ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്ന ലോസ് ഫംഗ്ഷനാണ്. അപ്പം ആദ്യമേ തന്നെ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്താണെന്ന് പറയാം. നിങ്ങൾ ഒരു സ്പാം ഓർ നോട്ട് സ്പാം, യെസ് ഓർ നോ കണ്ടീഷൻ വരുന്ന കേസുകളെല്ലാം നമുക്ക് ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമായിട്ട് പറയാം. അതായത് നിങ്ങൾക്ക് ഒരു ലോട്ടറി കിട്ടിയോ ഇല്ലയോ എന്ന് പറയുന്ന അതായത് ഒരു എന്താ പറയുക, ഒരു ഇമെയിൽ വരുമ്പോൾ ആ ഇമെയിൽ സ്പാം ആണോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ഉണ്ടല്ലോ, നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്ലാസിഫൈ ചെയ്ത് വേറൊരു വിൻഡോയിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് ഒരു ഗിവൺ ടെക്സ്റ്റ് ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്പാം ഇമെയിലാണോ നോൺ സ്പാം ഇമെയിലാണോ, ബൈനറി കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ കണ്ടിരുന്നു, ഇത് പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതായത് സ്പാം ആവാനുള്ള പ്രോബിലിറ്റി ഇത്ര, നോൺ സ്പാം ആവാനുള്ള പ്രോബിലിറ്റി ഇത്ര, അപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നല്ല ലോട്ടറി, യു വോൺ ലോട്ടറി, അല്ലെങ്കിൽ അങ്ങനത്തെ മാർക്കറ്റിംഗ് ടേംസ് ഒക്കെ യൂസ് ചെയ്ത് വരുന്ന ഇമെയിൽ ആണെങ്കിൽ അത് പ്രോബബ്ലി സ്പാം എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോഴും അത് പറയുന്നത് ഇത് 90% ചാൻസ് സ്പാം ആവാനും 10% ചാൻസ് നോൺ സ്പാം ആവാനും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 80% ചാൻസ് സ്പാം ആവാനും റിമൈനിങ് 20% നോൺ സ്പാം ആവാനും. അപ്പോൾ ടോട്ടൽ സമ്മ് 1 ആയിരിക്കും ഇത് തമ്മിൽ. കാരണം ആ പെർസെൻറ്റേജ്, അതിൻ്റെ ഒരു സ്പാം ഓർ നോട്ട് സ്പാം എന്നുള്ള ആ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1 കൂടുന്നതനുസരിച്ച് മറ്റേത് കുറയും. ഓക്കെ, അപ്പോൾ അത് പ്രോബബിലിറ്റിയിലാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ആ പ്രോബബിലിറ്റിയും നമ്മൾ ഏറ്റവും മാക്സിമം വരുന്ന ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മളത് പലപ്പോഴും ഏത് ക്ലാസ് ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സിംപിളി നമ്മൾ മീൻ സ്ക്വയർ എറർ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺഫിഡൻസ് മെഷറിനെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിളിൽ, ഒരു കേസിൽ ആക്ച്വലി സ്പാം ആയിരുന്ന ഒരു കേസിൽ, അപ്പോൾ അതിൻ്റെ ലേബൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്ക് മോഡൽ പറയുന്ന കോൺഫിഡൻസ് 51% ആണ്. പക്ഷേ നമ്മൾ സ്റ്റിൽ അതിനെ 1 ആർഗ്യുമെൻറ്റ് മാക്സ് എടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ എറർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 0 തന്നെ കിട്ടും, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നാം. ഇനി വേറൊരു കേസിൽ വേറൊരു മോഡൽ പറയുന്നത് ഇത് 99% സ്പാം ആണെന്നാണ് പറയുന്നത്. അതായത് അവിടെയും നമ്മൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ് മാക്സ് എടുക്കുമ്പോൾ 1 കിട്ടും. വെറുതെ മീൻ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കേസിലും പ്രഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ വരും. പക്ഷേ ഇതിൻ്റെ ഈ കോൺഫിഡൻസ് കുറവിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ MSE ഈ കേസിൽ രണ്ടിനും സെയിം സ്കോർ ആയിരിക്കും തരുന്നത്. പക്ഷേ ആദ്യത്തെ കേസിൽ ഔട്ട് ഓഫ് ലക്ക് അത് കറക്റ്റായിട്ട് വരുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു പണിഷ്മെൻറ്റ്, ആ കോൺഫിഡൻസ് കുറവ് വരുമ്പോൾ ഒരു പണിഷ്മെൻറ്റ്, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് ഒരു പണിഷ്മെൻറ്റ് ഫീച്ചർ കൊണ്ടുവരാനായിട്ട് ഈ ഒരു MSE ഇതിൽ നമുക്ക് സാധിക്കില്ല. കാരണം
ക്ലാസിഫിക്കേഷൻ മോഡൽസിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കേസിൽ ഒരു ഹെവി ലോസും കുറച്ചും കൂടെ ഹൈ ലോസും രണ്ടാമത്തെ കേസിൽ കുറഞ്ഞ ലോസും വരുന്ന ഒരു ഫങ്ഷണാലിറ്റി നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ സർപ്രൈസ്ഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ കേസിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്, നിങ്ങൾ റോങ് ആയിട്ടുള്ള ആൻസർ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ, അതായത് നിങ്ങളെന്ന് ഉദ്ദേശിച്ച മോഡൽ റോങ് ആയിട്ടുള്ള ആൻസർ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ അതിന് കൂടുതൽ ലോസും അല്ലെങ്കിൽ കൂടുതൽ പെനാൽറ്റി എന്നുള്ള രീതിയിലും, എന്നാൽ കറക്റ്റായിട്ടുള്ള ആൻസർ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ കുറച്ച് ലോസും എന്നുള്ള രീതിയിൽ ആ ഒരു ഫങ്ഷനാലിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പാം ആണ്. അപ്പോൾ ഇവിടെ സ്പാം ആവാനുള്ള പ്രോബിലിറ്റി അതെന്താണെന്ന് പറയുന്നത് 10% ആണ്. 10% പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ. അതായത് 80% പറയുന്നത് നോൺ സ്പാം അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് 0.1 സ്പാം എന്നുള്ള രീതിയിൽ ആക്ച്വലി സ്പാം ആണ്. അപ്പോൾ ഇവിടെ ലോസ് എന്ന് പറയുന്നത് കുറവാണ്. ഇനി 50% കോൺഫിഡൻസിൽ പറയുമ്പോൾ ഇവിടെ ആക്ച്വൽ ട്രൂത്ത് എന്ന് പറയുന്നത് സ്പാം ആണ്. ഇപ്പോൾ നോൺ സ്പാം ആണെന്ന് 50% കോൺഫിഡൻസ് പറയുമ്പോൾ അവിടെ ഒരു മീഡിയം ലെവൽ ലോസ് ആണ് അവിടെ വരുന്നത്. ഫസ്റ്റ് കേസിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ലോസ് കുറവുള്ള രീതിയിലാണ് വരുന്നത്. ഇനി 90% കോൺഫിഡൻസിലും അത് പറയുവാണ് ഇത് സ്പാം ആണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആക്ച്വലി സ്പാം ആയിരുന്നു. 90% കോൺഫിഡൻസിലും പറയുമ്പോൾ അവിടെ ലോസ് നിയർ 0 ആയിട്ട് വരണം. ഇനി 90% കോൺഫിഡൻറ്റിൽ പ്രെഡിക്റ്റഡ് സ്പാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആക്ച്വലി നോട്ട് സ്പാം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെരി ഹൈ ലോസ് വരണം, കാരണം ഓവർ കോൺഫിഡൻറ്റ് ആയിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതിലെ ഡിഫറെൻറ്റ് സിനാരിയോസ് ആണ്. അതായത് നമ്മുടെ ആക്ച്വൽ ലേബൽ കറക്റ്റായിട്ടുള്ള വാല്യൂ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യും എന്ന കേസുകളിൽ നമുക്ക് ലോസ് കുറവും, ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്ന കേസുകളിൽ നമുക്ക് ഹൈ ലോസും ആണ് വരേണ്ടത്. അപ്പോൾ അതിനെയെല്ലാം കണക്ട് ചെയ്യാനായിട്ട്, ബ്യൂട്ടിഫുള്ളി കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബൈനറി ക്രോസ് എൻട്രോപ്പിയിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. y എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ലേബൽ വാല്യൂ, y hat എന്ന് പറയുന്നത് നമ്മുടെ പ്രെഡിക്റ്റഡ് ലേബൽ വാല്യൂ. അതുപോലെ തന്നെ y hat എന്ന് പറയുന്നത് ആക്ച്വൽ ലേബൽ വാല്യൂ. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഇവിടെ ഒരു ഇക്വേഷനാണ് ഈ പറയുന്ന y മൈനസ് ലോഗ് ഓഫ് y hat പ്ലസ് 1 മൈനസ് y ഇൻറ്റു ലോഗ് ഓഫ് 1 മൈനസ് y hat. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ലോഗരിതം എടുക്കുന്നുണ്ട്. അതായത് ഈ പ്രോബബിലിറ്റി, ആ പ്രിഡിക്റ്റഡ് പ്രോബബിലിറ്റി നമ്മൾ പറയുന്ന y hat എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ലോഗരിതം നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോഗരിതം നമുക്ക് എടുക്കുമ്പോൾ അറിയാം, നമുക്ക് അത് ഫ്രാക്ഷണൽ വാല്യൂസിൻ്റെ ആണല്ലോ. നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 0ക്കും 1നും ഇടയ്ക്കാണ്. അപ്പോൾ ഫ്രാക്ഷണൽ വാല്യൂസിൻ്റെയാണ് നമ്മൾ ലോഗ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോഗ് എടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരും. പക്ഷേ നമുക്ക് ലോസ് വരേണ്ടത് പോസിറ്റീവായിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ ഇതിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ടോട്ടലി ഔട്ട് സൈഡാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇത് രണ്ടിനും ഈ രണ്ട് ലോഗിനും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി y എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ലേബലായിരിക്കും, സ്പാം ഓർ നോട്ട് സ്പാം. അപ്പോൾ 1 വരുന്നത് സ്പാം കേസിലും 0 വരുന്നത് നോട്ട് സ്പാം കേസിലും ആയിരിക്കും. y hat എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ പ്രോബബിലിറ്റി ഔട്ട്പുട്ട്. അത് ഓൾവേസ് ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. അപ്പോൾ ലോഗ് ഓഫ് y hat എടുത്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ലോഗ് ഓഫ് 0.9 എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. ലോഗ് ഓഫ് 0.01 എന്ന് പറയുന്നത് വലിയ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ ആ നെഗറ്റീവിനെ ഒന്നുകൂടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മൈനസ് നിങ്ങൾ വലിയ പോസിറ്റീവ് നമ്പറായിട്ട് ഇത് മാറും. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ കൗണ്ടർ സിനാരിയോ ആണ് 1 മൈനസ് y എന്ന് പറയുന്ന കേസിൽ എടുക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. അതായത് നമ്മുടെ ആക്ച്വൽ ലേബൽ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആക്ച്വൽ ലേബൽ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ y എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് 1 വരും. അതുപോലെ തന്നെ മോഡൽ അതിനെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് y hat എന്ന് പറയുന്നത് ഒരു 0.9 0.99 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരുന്ന ലോഗ് 0.9 അല്ലെങ്കിൽ 0.99 എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ വാല്യൂ, അപ്പോൾ ഐഡിയലി 0 എന്ന് നമുക്ക് പറയാം. അതായത് 0 × 1 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഈ ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇവിടെ 1 മൈനസ് y ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ y എന്ന് പറയുന്നത് 1 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 1 മൈനസ് y എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ടേം
സീറോ ആയിട്ട് പോകും. അപ്പോൾ ഇത് വെച്ച് ഈ ടേം വെച്ചിട്ട് ഇതിനെ തൊട്ടടുത്ത് വരുന്ന ലോഗിനെ എന്ത് വന്നാലും അവിടെ സീറോ ആയി പോകും. അപ്പോൾ ഈ രണ്ട് കേസിലും ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന രണ്ട് ടേമും സീറോ ആയിട്ട് വരും. നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് പ്രഡിക്ഷൻ സിനാരിയോയിൽ നമ്മുടെ ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ടു സീറോ എന്നുള്ള രീതിയിൽ നമുക്ക് വരും. ഇനി നേരെ തിരിച്ച കേസിൽ നെക്സ്റ്റ് കേസിലാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ ആക്ച്വൽ ലേബൽ ഈസ് സീറോ. ഓക്കെ, ആക്ച്വൽ ലേബൽ സീറോ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടേം എന്ന് പറയുന്നത് എന്താ പറ്റുക, ക്ലോസ് ടു സീറോ, അതേപോലെ സീറോ തന്നെ ആയിപ്പോവും. ഇത് സീറോ വരുന്നതുകൊണ്ട് വളരെ ചെറിയ വാല്യൂ നമുക്ക് സീറോ എന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ 1 - വരുന്നതുകൊണ്ട് ഇവിടെ എന്താ പറയുക, 1 - 1 എന്ന് പറയുന്നത് 1 - 0 ആണ്. ഇവിടെ 1 തന്നെ വരും. അതിനുശേഷം ഇവിടെ വരുന്ന വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ലോഗ് 1 എന്നുള്ള അവസ്ഥയിലോട്ട് നമുക്കിവിടെ വരും. അപ്പോൾ ലോഗ് 1 എന്ന് പറയുന്ന അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ടേമും സീറോ ആയി പോകും. അപ്പോൾ ആ കേസിലും നമുക്ക് നെഗറ്റീവ് സീറോ എന്ന് പറയുന്ന കേസും കോൺഫിഡൻ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്ന കേസിലും നമുക്ക് ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത് ലോ വാല്യൂ ആയിട്ട് വരും. അതായത് കറക്റ്റ് പ്രഡിക്ഷൻസ് വരുന്ന കേസുകളിലെല്ലാം നമുക്ക് ഈ പറയുന്ന ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ. ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ അതിനനുസരിച്ച് ഈ വാല്യൂസ്, ഈ ടേംസിൻ്റെ വാല്യൂസ് ഉയർന്നു വരും. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് പ്ലഗ് ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ആ ഇൻറ്റ്യൂഷൻ വരുന്നത് എന്നുള്ളത്. ഇനി അതിൻ്റെ കോഡ് എക്സാമ്പിൾ അഗെയിൻ API കോൾ ഈസ് വെരി സിമ്പിൾ. നമ്മൾ ഇതുപോലെ തന്നെ model.compile പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ബൈനറി ക്രോസ് എൻട്രോപ്പി എന്നിവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ലോസ് ഈക്വൽ ടു ബൈനറി ക്രോസ് എൻട്രോപ്പി. ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്, നമ്മൾ ഈ ഡെൻസ് ലെയർ ലാസ്റ്റ് ലെയറിൽ വന്നു കഴിയുമ്പോൾ അവിടെ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലു ആയിരിക്കില്ല, സിഗ്മോയിഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ 0-ക്കും 1-നും ഇടയിലുള്ള നമ്പർ ആയിട്ടാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. റെലു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രാക്ഷണൽ 0-ക്കും 1-നും ഇടയിലായിരിക്കത്തില്ല, ആ നമ്പർ ആസ് സച്ച് ആയിരിക്കും വരുന്നത്. അപ്പോൾ എപ്പോഴും ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിന് സിഗ്മോയിഡ് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലോസ് ഫംഗ്ഷൻ ബൈനറി ക്രോസ് എൻട്രോപ്പി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ബൈനറി ക്രോസ് എൻട്രോപ്പിയുടെ കോഡ് ഇംപ്ലിമെൻറ്റേഷനിൽ വരുമ്പോൾ വരുന്ന മെയിൻ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത്. കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി നമുക്കറിയാം, രണ്ടിലധികം ക്ലാസ്സസ് വരുന്ന കേസുകൾ, അതായത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിലാണ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ എംനിസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിജിറ്റ് റെക്കഗ്നീഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ഡിജിറ്റ് 0 to 9 വരുന്ന 10 കേസസ് ഉണ്ട്. 10 ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവിടെ രണ്ട് ക്ലാസ്സിലോട്ടല്ല, നമ്മൾ മൾട്ടി ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ ഈ പറയുന്ന കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്ന ലോസ് ഫംഗ്ഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഒരു ക്ലാസ് 7 ആണെന്ന് മോഡൽ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അത് 10 പ്രോബബിലിറ്റി വാല്യൂസ് ആയിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് 7 എന്നുള്ള രീതിയിൽ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഹൈ പ്രോബബിലിറ്റിയും ബാക്കിയുള്ള കേസസ് ആവാനായിട്ട് വളരെ ചെറിയ പ്രോബബിലിറ്റി വാല്യൂസ് ആയിരിക്കും. 1-2%, പോയിൻറ്റ് ഫ്രാക്ഷണൽ പെർസെൻറ്റേജ് വാല്യൂസ്. പക്ഷേ ടോട്ടൽ എല്ലാത്തിൻ്റെയും സം എടുത്താൽ 1-നോട് ഈക്വലായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് സോഫ്റ്റ് മാക്സ് ഫംഗ്ഷനാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആകുമ്പോൾ സിഗ്മോയിഡ് അല്ല, സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് മാക്സിൻ്റെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ 82% മോഡലിൽ ഷുവറാണ്. അതായത് ഇത് ക്ലാസ് 7, ഈ കാണിച്ചിരിക്കുന്ന ഇമേജ് ഹാൻഡ് റിട്ടൺ ഇമേജ് ക്ലാസ് 7 ഇമേജ് ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി വരുന്നത്. അപ്പോൾ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഈ രീതിയിലാണ്. ഇവിടെയും ലോഗ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട്, പ്രോബബിലിറ്റി വാല്യൂസിൻ്റെ ലോഗ് എടുക്കുന്നു എന്നുള്ളത് എന്നുകൊണ്ട് നമ്മളിവിടെ മൈനസ് എടുക്കുന്നു. കാരണം നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസിൻ്റെ ലോഗ് എടുക്കുമ്പോൾ മൈനസ് നമ്പർ വരും. അതിനെ വീണ്ടും പോസിറ്റീവ് നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് സൈൻ വരുന്നത്. ഇനി y ഇൻറ്റു ലോഗ് ഓഫ് y ഹാറ്റ്, ഇത് ഓരോ ക്ലാസ്സിനും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കുമ്പോഴാണ് നമുക്ക് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്, നമുക്ക് ട്രൂ ലേബൽസ് നമുക്ക് ഇതുപോലെ നമ്മൾ 1 ഹോട്ട് എൻകോഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പം നമ്മുടെ ലേബലിൻ്റെ ഡേറ്റയിൽ ആ പർട്ടിക്കുലർ ഇൻപുട്ട് ഡിജിറ്റ് 7 ആണെന്നിരിക്കട്ടെ, അതിൻ്റെ ലേബൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ഇതുപോലത്തെ 1 ഹോട്ട് എൻകോഡഡ് ഒരു വെക്ടർ ഉണ്ടാവും. അതിൽ 7th പൊസിഷൻ 1 2 3 4 5 6 0th 1 2 3 4 5 6 7 ഓക്കെ, ഈ പൊസിഷൻ, അതായത് ഫസ്റ്റ് വരുന്നത് 0 ഡിജിറ്റ് തന്നെയാണ്, നെക്സ്റ്റ് ഡിജിറ്റ് 1, അങ്ങനെ ഈ പൊസിഷനിലായിരിക്കും 1 വരുന്നത്. അതിൻ്റെ ട്രൂ ലേബൽ 1, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇൻഡെക്സ് 7ലാണ് 1 വരുന്നത്.
ഇനി നമ്മൾ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന പ്രോബിലിറ്റി വാല്യൂസ് നമ്മൾ കണ്ടിരുന്നു. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഫ്രാക്ഷണൽ വാല്യൂസ് ആണ്. പക്ഷേ അതിൻ്റെ ലേബൽ, ആക്ച്വൽ ലേബൽ എന്ന് പറയുന്നത് സീറോയും ആണ്. അതുകൊണ്ട് തന്നെ ആ ടേംസ് എല്ലാം സീറോ ആയി പോകും. ഇവിടെ മാത്രം നമ്മുടെ ലോഗിന് ഇപ്പുറം വരുന്ന നമ്പർ 1 ആയിരിക്കും, നമ്മുടെ ആക്ച്വൽ ലേബൽ എന്ന് പറയുന്നത്. പക്ഷേ ലോഗിൽ ഭാഗത്ത് വരുന്ന നമ്പർ ക്ലോസ് ടു 1 ആയിരിക്കും. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമും അഗെയിൻ ക്ലോസ് ടു സീറോ വന്നുകൊണ്ടിരിക്കും. അതായത് സ്മോൾ ലോസ് ആയിരിക്കും. അതായത് കറക്റ്റ് പ്രഡിക്ഷൻ വരുന്ന സിനാരിയോയിൽ ചെറിയ ലോസ് വാല്യൂ ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് ക്ലോസ് ടു സീറോ ആയിരിക്കും വരുന്നത്. നെറ്റ്വർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് ഇൻകോൺഫിഡൻ്റ് ആയിട്ടാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആ പ്രോബബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലോഗ് ഇതെടുക്കുമ്പോൾ ഇതൊരു ഹയർ നമ്പർ വരികയും ഈ ലോസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിലും നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസിനെ എങ്ങനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക് വെച്ച് കണക്ട് ചെയ്യുന്നു എന്നുള്ളത്. കറക്റ്റ് കോൺഫിഡൻറ്റ് പ്രഡിക്ഷൻസിൽ ചെറിയ ലോസും ഇൻകറക്റ്റ് കോൺഫിഡൻറ്റ് പ്രഡിക്ഷനിൽ ഹൈ ലോസും പോകുന്ന രീതിയിൽ ആ ഒരു മാത്തമാറ്റിക്കൽ കണക്ഷൻ വരുന്നത് അവിടെയാണ്. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് നൊട്ടേഷൻ വൈ എ ആൻഡ് വൈ എ ഹാറ്റ്, അതായത് വൈ എ എന്ന് ഉദ്ദേശിച്ചാൽ ഓരോ ക്ലാസ്സിൻ്റെയും ട്രൂ ലേബൽസ്, ക്ലാസ് സീറോ ആവാൻ ഡിജിറ്റ് സീറോ ആവാനുള്ള നമ്പർ മീൻസ് ലേബൽ, ഡിജിറ്റ് 1 ആവാനുള്ള ലേബൽ, അങ്ങനെ. അതുപോലെ തന്നെ വൈ എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ് ആവാനുള്ള പ്രോബബിലിറ്റി വാല്യൂസ്. ഇവിടെ 10 ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് ട്രൂ ലേബൽസ് ഒരു സിംഗിൾ സാമ്പിളിൽ തന്നെ 10 നമ്പർ വരുന്ന ഒരു വെക്ടർ ആയിരിക്കും, അതിൽ ലേബൽ വരുന്ന വെക്ടർ ആയിരിക്കും. അതിൽ നമ്മുടെ ട്രൂ ലേബൽ വരുന്ന പൊസിഷനിൽ മാത്രം 1ഉം ബാക്കി എല്ലായിടത്തും 0 ആയിരിക്കും. പ്രോബബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ 10 ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ക്ലാസ് ഏതാണോ അവിടെ ആയിരിക്കും ഹയസ്റ്റ് പ്രോബബിലിറ്റി വാല്യൂ വരുന്നത്. അപ്പോൾ ലോഗരിതമാണ് അതിൻ്റെ ആ ഒരു കണക്ഷൻ, ആ കോൺഫിഡൻസിനെ നമ്മൾ ഒരു മെട്രിക്കിലോട്ട് ഒരു എന്താ പറയുക നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് തരുന്നത് ലോഗരിതം ആണ്. അത് നെഗറ്റീവ് നമ്പറിന് ആയതുകൊണ്ട് പോസിറ്റീവ് ആക്കാനായിട്ടാണ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും കോഡ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ലോസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എഗെയിൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ സോഫ്റ്റ് മാക്സ് കൊടുക്കണം. കാരണം രണ്ടോ അതിലധികമോ ക്ലാസ്സസ് വരുമ്പോൾ സോഫ്റ്റ് മാക്സ് ആയിരിക്കും ആക്ടിവേഷൻ ലാസ്റ്റ് ലെയറിൻ്റെ. അതുപോലെ തന്നെ ലോസ് നമ്മൾ മോഡൽ ഡോട്ട് കമ്പൈലിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്നായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. കേരാസിലുള്ള അതിൻ്റെ പേര് എങ്ങനെയാണ്, സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാർസ് മെട്രിക്സ് അല്ലെങ്കിൽ സ്പാർസ് വെക്ടറാണ്. കാരണം ഒരു പൊസിഷനിൽ മാത്രം ഹയസ്റ്റ് പ്രോബബിലിറ്റിയും ബാക്കി എല്ലായിടത്തും വളരെ ചെറിയ നിയർ ടു സീറോ വാല്യൂസ് വരുന്നതുകൊണ്ടാണ് സ്പാർസ് എന്നുള്ളൊരു പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 or more ക്ലാസ്സസ് വരുന്ന കേസുകളിൽ, കാറ്റഗറീസ് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. യെസ്, ദെൻ അപ്പോൾ ഈ ഒരു ഏത് ലോസ് ഫംഗ്ഷൻ ഏത് സിനാരിയോയിൽ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ലുക്ക് ലൈക്ക് എന്ന് ചോദിക്കുക. അതായത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് നമ്പർ ആണോ അതോ ഒരു കാറ്റഗറി ആണോ എന്നുള്ളതാണ്. ഇത് ക്ലാസിഫിക്കേഷൻ ആണോ റിഗ്രഷൻ പ്രോബ്ലം ആണോ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു റിഗ്രഷൻ പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ മീൻ സ്ക്വയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ പ്രോബ്ലത്തിൽ നമുക്ക് ഇപ്പം പ്രൈസ് പ്രഡിക്ഷൻ, ടെമ്പറേച്ചർ പ്രഡിക്ഷൻ, ഏജ്, അവിടെയെല്ലാം നമ്മൾ ലോസ് മീൻ സ്ക്വയർ ആയിരിക്കും. ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ അവിടെ 2 സ്പ്ലിറ്റ് വരുവാണ്. അതായത് ബൈനറി സിനാരിയോ ആണോ അതോ മൾട്ടി ക്ലാസ് സിനാരിയോ ആണോ. അതായത് 2 ക്ലാസ്സസ് വരുന്നതിന് ബൈനറി സിനാരിയോ എന്ന് പറയും, ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. അവിടെ നമ്മൾ ബൈനറി ക്രോസ് എൻട്രോപ്പി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സ്പാം ഓർ നോട്ട് സ്പാം എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഒരാൾ സീൽ ബെറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന അൽഗോരിതംസ് എല്ലാം ബൈനറി ക്ലാസിഫിക്കേഷൻ എക്സാമ്പിളാണ്. ഇനി 3 or more ക്ലാസ്സസ് വരുമ്പോൾ നമ്മളതിനെ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയും. അവിടെ നമ്മൾ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി, നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ കേരാസിൽ എടുത്ത് പറയുന്നത് സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്ന ലോസ് ഫംഗ്ഷൻ പേര് വെച്ചിട്ടായിരിക്കും നമ്മളതിൽ സെറ്റ് ചെയ്യുന്നത്. അഗെയിൻ 0 to 9 ഡിജിറ്റ് റെക്കഗ്നിഷൻ, അതൊക്കെയെല്ലാം മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കീ ആയിട്ടുള്ള ലോസ് ഫംഗ്ഷൻസ് ഇൻ ഡീപ്പ് ലേണിംഗ് ഏതൊക്കെയാണ്, ലോസ് ഫംഗ്ഷൻ ഇൻ ജനറൽ എന്താണ് ഡീപ്പ് ലേണിങ്ങിൽ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അത് നമ്മുടെ മോഡൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു മെട്രിക്ക് കൂടെയാണ്. നമ്മൾ എന്താ പറയുക, ഒരു ആക്യുറസി അങ്ങനെ എന്ത് വെച്ച് നമ്മൾ മോഡലിൻ്റെ പെർഫോമൻസ് പറയുന്ന പോലെ തന്നെ ഒരു കാര്യം കൂടിയാണ്. പലതരത്തിലുള്ള മെട്രിക്കുകളുണ്ട്. MSE ഉണ്ട്, BCE ഉണ്ട്, CCE ഉണ്ട്. അപ്പം അതെല്ലാം വരുന്ന സിനാരിയോസ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത്, ഏത് ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ കീ ഐഡിയാസ്. ഈ ഒരു വീഡിയോയിൽ നിന്ന് കൺവേ ചെയ്യാനുള്ള കീ ഐഡിയാസ് ഇതൊക്കെയാണ്.
നെക്സ്റ്റ് വീഡിയോ സീരീസിൽ നമ്മൾ ഒപ്റ്റിമൈസേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റും ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കോഡ് എക്സാമ്പിൾസ് പ്രീവിയസ്ലി ചെയ്ത നോട്ട്ബുക്സിൻ്റെ ലിങ്കും ഞാൻ ആ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് എക്സാമ്പിൾ തന്നെ മതിയാകും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ട്. കാരണം ബോത്ത് ക്ലാസിഫിക്കേഷൻ റിഗ്രഷൻ രണ്ടിൻ്റെയും നോട്ട്ബുക്സാണ് ഞാൻ ഇട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഗെയിൻ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് ദിവസങ്ങളിൽ കാണാം. ഓക്കെ, താങ്ക് യു.